KSRTC ഈ പറയുന്ന പോലെ ചിലർ പറയുന്നതൊക്കെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു തമിഴ്നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിറ്റിയിലൊക്കെ ലോക്കൽ ബസ്സിൽ കൊടുക്കുന്നുണ്ട്, വലിയ പാടാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കർണാടകത്തിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുത്ത് അതിൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് നടക്കാത്ത കാര്യം, ഇതൊന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ദേവി ഇത് പാവപ്പെട്ട ഈ ജീവനക്കാരെ കഞ്ഞിയിൽ ഇനി ചെളി വാരിയിടല്ലേ എന്ന് മാത്രമേ ഇനി അഭ്യർത്ഥിക്കാനുള്ളൂ. അവർ ഒരുവിധം രക്ഷപ്പെട്ട ഒരു സന്തോഷമുള്ള ഒരു സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് KSRTC ജീവനക്കാർ പ്രവേശിക്കുകയാണ്. രാഷ്ട്രീയം നല്ലതാണ്, ആരാൻ്റെ പണമാണ്, ഇത് ജനങ്ങളുടെ പണമാണ്. എൻ്റെ കുടുംബസ്വത്താണെങ്കിലും അതെടുത്ത് എനിക്ക് ദൗർജന്യം അനുവദിക്കാം. എൻ്റെ അച്ഛനപ്പന്മാർ സമ്പാദിച്ചതൊന്നുമല്ലത്. ഈ പാവപ്പെട്ട ജീവനക്കാർ, ഈ കണ്ടക്ടറും ഡ്രൈവറും രാവിലെ ഇറങ്ങി പൊടിയും അടിച്ച് മണ്ണും തിന്ന് ചൂടും തിന്ന് റോഡിലുള്ള പുകയും വലിച്ച് കയറ്റി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാശെടുത്ത്, ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ പഴവങ്ങാടിയുടെ മുമ്പിൽ കൂടെ പോയപ്പോൾ ഒരു തേങ്ങ ഉരുണ്ട് കിടക്കുന്നവിടെ, ആ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചേച്ച് ഗണപതി ഭഗവാനെ എന്നെ രക്ഷിച്ചോണ്ടെന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി പറ്റിയ സ്ഥലമല്ല KSRTC. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൗജന്യം KSRTC അനുവദിച്ചാൽ നിങ്ങൾക്കിവിടെ ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾക്കറിയാം. ആ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തികച്ച് 2 മാസം ഈ സാധനം മുന്നോട്ട് പോകത്തില്ല. ഇവരങ്ങ് മാറുമ്പോൾ സൗജന്യം കൊടുക്കണ്ടാത്ത പ്രൈവറ്റ് ബസ്സുകാരൻ ഇവിടെ ഇരച്ചു കയറും എന്ന് മറക്കരുത്.